പ്രിയ വിശ്വാസി സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഡോക്ടർ എം പി ജോർജാണ്, കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ചെയർമാൻ. ഞാൻ വളരെ ധൃതി പിടിച്ച് ഈ ഒരു വീഡിയോ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇപ്പോൾ ഏതാനും കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ അൽമായ മുന്നേറ്റത്തിൻ്റെ ഒരു അനിഷേധ്യ നേതാവിൻ്റെ വീഡിയോ സന്ദേശം കാണുകയും ചെയ്തു. ആ സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സിനഡിനെതിരായിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ആദ്യമേ ഉള്ളൊരു ചോദ്യം, ഈ സിനഡിനെ നിങ്ങൾക്ക് ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭയിൽ നിങ്ങൾ തുടരുന്നത്? നിങ്ങൾ ഒരു സഭയുടെ താങ്കളുടെ പിതാവിനെ എടുക്കൂ. താങ്കളുടെ പിതാവും താങ്കളുടെ കുടുംബക്കാരുടെയും ഒരു 5 തലമുറ എടുത്താൽ ഈ പാരമ്പര്യത അനുസരിച്ചും അംഗീകരിച്ചും പോകുന്നതാണെങ്കിൽ പിന്നെ താങ്കൾക്ക് മാത്രമായിട്ട് എന്താ വലിയൊരു മേന്മ ഇതിനകത്തുള്ളത്? അവരെല്ലാവരും അനുസരിച്ച് ബഹുമാനിച്ചും പോകുന്ന ഒരു സംവിധാനത്തിനപ്പുറം ആ കീഴ്വഴക്കങ്ങളെ അംഗീകരിച്ചു പോകേണ്ട ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറം നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത് ഈ സഭയിൽ? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതുപോലെ തന്നെ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് പ്രതിപാദിക്കുന്നു, മാർപ്പാപ്പയുടെ ഒരു അനുസ്മരണ പരിപാടി ഇന്ന് ടൗൺ ഹാളിൽ ഏതോ ഒരു ലേബലിൽ നടക്കുന്നു എന്നുള്ളതാണ്. വെടിയും കഴിഞ്ഞ് പുകയും പോയതിന് ശേഷം മാർപ്പാപ്പയെ നിങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അനുസ്മരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായവും കാര്യവും ഉണ്ട് സുഹൃത്തെ? എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? ചെയ്യേണ്ട സമയത്ത് മാന്യമായ ഒരു ബഹുമാനവും ആദരവും കൊടുക്കാതെ നിങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അലവലാദികളായ വൈദികരെന്ന് പറയുന്നവരടക്കമുള്ള ആൾക്കാർ പള്ളികൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെ, അല്ലെങ്കിൽ സഭയുടെ സിനഡിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ അവരൊരു കൃത്യമായും ഒരാചാരമണി മുഴക്കിയോ ഈ ലോകാരാധ്യനായിട്ടുള്ള നമുക്കെല്ലാം ലഭിച്ച വലിയ ഒരു അനുഗ്രഹമായിരുന്നു മാർപ്പാപ്പ. ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് ഒരു പക്ഷേ ഈ മാർപ്പാപ്പയുടെ പേരായിരിക്കും, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര്. ആ മാർപ്പാപ്പയ്ക്ക് വേണ്ട ഒരു ആദരവ് കൊടുക്കുവാൻ ഈ സഭയിൽ ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ള വിമത വൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്ക് കഴിഞ്ഞോ? നിർഭാഗ്യവശാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ആരോ പറഞ്ഞതുപോലെ ഈ പറയുന്ന അന്തിയിൽ കൂട്ടുകൂടാൻ വന്ന ആളുകൾ എന്ന് പറയുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള വ്യക്തിയും, ഞാൻ അദ്ദേഹത്തിൻ്റെ എന്തോ പേര് പറഞ്ഞ് എന്നെ നാക്ക് ചീത്തയാക്കുന്നില്ല, അവർ കൂടി നിങ്ങളിപ്പോൾ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നു. നിങ്ങൾ അതിൻ്റെ ഹുങ്കല്ലേ ഇപ്പോൾ ഈ കാണിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഹുങ്കല്ലേ? ഈ പറയുന്ന സിറിൽ വാസിൽ പിതാവിൻ്റെ കാര്യം നിങ്ങൾ എവിടെയോ പ്രതിപാദിക്കുന്നത് ഞാൻ കേട്ടു. സിറിൽ വാസിൽ പിതാവ് എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ 2-3 കൽപ്പനകളെ നിങ്ങൾ ചവറ്റുകൊട്ടയിലിട്ടു കത്തിച്ചു കളഞ്ഞു. അതുകൂടാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ 2 വീഡിയോ സന്ദേശങ്ങളെ നിങ്ങൾ മധ്യത്തിൽ വളച്ചൊടിച്ച് അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തി. നിങ്ങൾ മാപ്പ് പറഞ്ഞോ? നിങ്ങൾ എവിടെ പോയി ഈ പാപഭാരമൊക്കെ തീർക്കും? മാർപ്പാപ്പയുടെ ഇപ്പം നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് നിങ്ങൾ കൊടുത്തോ? ബഹുമാനിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇത് ചെയ്തോ? നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികർ ചെയ്തോ? നിങ്ങളെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച അലവലാദികളായ 3-4 മെത്രാന്മാരുണ്ടല്ലോ, അരപ്പറ്റക്കാർ, പന്നന്മാർ, അവർ ചെയ്തോ? ഇപ്പം ഒടുവിൽ ഈ പറയുന്ന ഏകം ചാനലിലൂടെയും ഏകം ട്രസ്റ്റിലൂടെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തടിച്ചു മാറ്റാൻ നിങ്ങളോടൊപ്പം കൂടിയിരിക്കുന്ന 2 കുറുവ സംഘങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ, മേജർ ആർച്ച് ബിഷപ്പ് ആൻഡ് അദ്ദേഹത്തിൻ്റെ വികാരി, ഈ സഭയുടെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രക്രിയയല്ലേ ഇതൊക്കെ? നിങ്ങളോടൊപ്പം ചേർന്നത് നിങ്ങൾക്കാണ് അവിടെ ശക്തി എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഈ സഭയുടെ സ്വത്തല്ലാതെ അവർക്ക് എന്ത് ആത്മീയ കാര്യമാണുള്ളതെന്ന് പറയാൻ വ്യക്തമാക്കാൻ ചങ്കൂറ്റമുണ്ടോ മേജർ ആർച്ച് ബിഷപ്പിന്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള ഈ പറയുന്ന അലവലാതി മെത്രാന് ചങ്കൂറ്റമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്.
താങ്കൾ ആ പറയുന്ന മാർപ്പാപ്പ പറഞ്ഞു വിട്ടു, ഈ 2-3 കാര്യങ്ങൾ തിരസ്കരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് പ്രതിനിധിയായിട്ട് അദ്ദേഹം അയച്ച സിറിൽ വാസിൽ പിതാവിനെ നിങ്ങൾ കുപ്പിക്കെറിഞ്ഞു. വാസ്തവത്തിൽ സിറിൽ വാസിൽ പിതാവിനെയാണോ നിങ്ങൾ കുപ്പിക്കെറിഞ്ഞത്? മാർപ്പാപ്പേനെ തന്നെയല്ലേ? ഷൈജു ആൻ്റണി, ഞാൻ പറഞ്ഞു വിട്ട ഒരാൾ അകാരണമായി അത് ഉപദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വാസ്തവത്തിൽ എന്നെ തന്നെയല്ലേ ഈ ചെയ്യുന്നത്? എന്നെ തന്നെയല്ലേ ചെയ്യുന്നത്? മാർപ്പാപ്പ പരിശുദ്ധനും സത്യസന്ധനുമായതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള ഈ പറയുന്ന വിമത ശബ്ദങ്ങളെ ഈ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ളൊരു മാന്യമായ ബഹുമാനവും മനസാക്ഷിയും നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കൂ, ആദരവും കൊടുക്കൂ. ഇന്നിപ്പോൾ നിങ്ങൾ മുതലക്കണ്ണേര് കൊടുക്കുന്നുണ്ടല്ലോ, വെടിയും കഴിഞ്ഞ് പോകാൻ പോയതിനു ശേഷം. തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ നടത്തേണ്ടിയിരുന്നത് AMT എന്ന് പറയുന്ന താങ്കളുടെ സംഘടനയുടെ പേരിലായിരുന്നു ഈ പരിപാടി നടത്തേണ്ടത്. നിങ്ങൾ അതിനെന്തിനാ വേറെ 3ാമതൊരു കക്ഷീനെ പിടിച്ചേ? ദീപിക എന്ന് പറയുന്ന എന്തിനാണ് അതിനെ പിടിച്ചേ? നിങ്ങൾ നടത്തേണ്ടിയിരുന്നത് നിങ്ങളുടെ സംഘടനയുടെ പേരിലായിരുന്നു. MP ജോർജ് എന്ന് പറഞ്ഞ ഡോക്ടർ MP ജോർജ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരില്ല. ഞങ്ങൾ തൻ്റെ ഇടത്തുകൂടി കൊടുക്കേണ്ട ആദരവും ബഹുമാനവും എൻ്റെ പരിശുദ്ധ പിതാവായിട്ടുള്ള മാർപ്പാപ്പയ്ക്ക് ഞാനും എൻ്റെ സംഘടനയും സമയോചിതമായി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളെപ്പോലെയുള്ളവരോടൊപ്പം ഈ സഭാനുകൂല സംഘടനകളെന്ന് പറഞ്ഞ് നടിച്ചുകൊണ്ട് കിടക്കുന്ന